ഇന്ത്യൻ സിനിമാ ലോകം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു തരംഗത്തിനാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിതേഷ് തിവാരിയുടെ ഡ്രീം പ്രോജക്റ്റ് രാമായണ പാർട്ട് 1ന്റെ ട്രെയിലർ ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സാധാരണ സിനിമാ പ്രൊമോഷനുകളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ഹിന്ദു വിശ്വാസപ്രകാരം അതീവ പുണ്യമുഹൂർത്തമായി കരുതപ്പെടുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 4:15-നാണ് നിർമ്മാതാക്കൾ ഈ വിഷ്വൽ വിസ്മയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ കോടിക്കണക്കിന് കാഴ്ചക്കാരെ നേടി ട്രെയിലർ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒന്നാം സ്ഥാനത്ത് ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. ട്രെയിലറിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ നിർണായകമായ അവതരണമാണ്. ശാന്തവും എന്നാൽ അതീവ ഗംഭീരവുമായ ഭാവത്തോടെ ശ്രീരാമനായ രൺബീർ കപൂർ സ്ക്രീനിലെത്തുമ്പോൾ എല്ലാവരെയും മനം മയക്കുന്ന സാന്നിധ്യമായി സായി പല്ലവിയുടെ സീതയും എത്തുന്നു. എന്നാൽ ഇതിനെയൊക്കെ കടത്തിവെട്ടുന്ന മാസ് എൻട്രിയുമായി എത്തിയിരിക്കുന്നത് കന്നഡ സൂപ്പർ താരം യാഷ് ആണ്. ലങ്കാധിപതിയായ രാവണനായി യാഷ് പകർന്നാടിയ നിമിഷങ്ങൾ കണ്ടു നിന്നവർക്ക് നൽകിയത് അക്ഷരാർത്ഥത്തിൽ ഗൂസ് ബംസ് തന്നെയാണ്. രാവണന്റെ ആധിപത്യവും അദ്ദേഹത്തിന്റെ കരുത്തും കൃത്യമായി അടയാളപ്പെടുത്താൻ ട്രെയിലറിലെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ യാഷിന് സാധിച്ചിട്ടുണ്ട്. ട്രെയിലറിലെ ഓരോ ഫ്രെയിമും ഒരു മഹാചിത്രകാരന്റെ ക്യാൻവാസിൽ നിന്ന് പകർത്തിയെടുത്തതുപോലെ അതീവ മനോഹരമായാണ് സംവിധായകൻ നിതേഷ് തിവാരി ഒരുക്കിയിരിക്കുന്നത്. ഉന്നത നിലവാരത്തിലുള്ള VFX പ്രൊഡക്ഷൻ ഡിസൈനും ചിത്രത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് രാവണനും ജഡായും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രംഗങ്ങൾ തിയേറ്ററുകളിൽ വലിയ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാമന്റെ ബാല്യകാല പരിശീലനങ്ങൾ, സീതയുമൊത്തുള്ള ശാന്തമായ വനവാസ ജീവിതം, തുടർന്നു വരുന്ന ശൂർപ്പണഖയുടെ വരവ്, ഇതിഹാസത്തിന്റെ വഴിതിരിച്ചുവിട്ട സീതാ അപഹരണം എന്നിവയെല്ലാം വളരെ തനിമയോടെയും എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവോടെയും ട്രെയിലറിൽ കോർത്തിണക്കിയിരിക്കുന്നു. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു പ്രൊമോഷൻ പ്ലാനോടെയാണ് രാമായണം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഔദ്യോഗിക റിലീസിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ തിരഞ്ഞെടുത്ത മാധ്യമപ്രവർത്തകർക്കായി പ്രത്യേക പ്രിവ്യൂ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. അതിലുപരിയായി അമേരിക്കയിലെ സാൻ ഡിയേഗോയിൽ നടന്ന പ്രശസ്തമായ കോമിക് കോൺ വേദിയിലും ട്രെയിലർ പ്രദർശിപ്പിച്ച് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചു. ഇത് രാമായണ ട്രെയിലർ, ദിസ് ഈസ് വെയർ ദ എപ്പിക് ബിഗിൻസ് എന്ന അടിക്കുറിപ്പോടെ എത്തിയ ട്രെയിലർ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന പ്രൊജക്ടുകളിൽ ഒന്നാണെന്ന് അടിവരയിടുന്നു. ചിത്രത്തിന്റെ ദൃശ്യമികവിന് 10 മടങ്ങ് ഊർജം പകരുന്നത് അതിന്റെ പശ്ചാത്തല സംഗീതമാണ്. ലോക സിനിമയിലെ തന്നെ പ്രഗത്ഭരായ 2 സംഗീത സംവിധായകൻ, ഓസ്കാർ ജേതാക്കളായ ഹാൻസ് സിമ്മറും നമ്മുടെ സ്വന്തം AR റഹ്മാനും ആദ്യമായി ഒരുമിക്കുന്നുവെന്ന അപൂർവ സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട്. ട്രെയിലറിലെ വികാരധീനവും അതേസമയം ആവേശഭരിതവുമായ പശ്ചാത്തല സംഗീതം ഈ കൂട്ടുകെട്ടിന്റെ മാന്ത്രികത വ്യക്തമാക്കുന്നുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ സംഗീത സംസ്കാരങ്ങളുടെ ഈ അപൂർവ സംഗമം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു അപൂർവ ശബ്ദാനുഭവമായിരിക്കും സമ്മാനിക്കുക. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 5 പ്രധാന ഭാഷകളിലായി ഒരേ സമയമാണ് ട്രെയിലർ പുറത്തിറങ്ങിയത്. എല്ലാ ഭാഷകളിലും വൻ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത്. ലാംഗ്വേജ് ബാരിയറുകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഇന്ത്യൻ സിനിമയുടെ പെരുമ ഉയർത്താൻ പോകുന്നൊരു സംരംഭമായിട്ടാണ് നിരൂപകരും ഈ ചിത്രത്തെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ആരാധകർ ട്രെയിലർ കട്ടുകളും റിയാക്ഷൻ വീഡിയോകളും കൊണ്ട് ആഘോഷമാക്കുകയാണ്. വൻകിട ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന നിർമ്മാണ രീതിയെയാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ പ്രശംസിക്കുന്നത്. 7 നാളത്തെ തയ്യാറെടുപ്പുകൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം എത്തുന്ന രാമായണം പാർട്ട് 1 വരും ദീപാവലി റിലീസായി തിയേറ്ററുകളിലെത്തും. ഇതിഹാസ കാവ്യത്തെ അതിന്റെ എല്ലാ ഗാംഭീര്യത്തോടും വികാരവയ്പോടും കൂടി വലിയ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ നിതേഷ് തിവാരിക്കും ടീമിന് സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലിലൊന്നായി ഈ ചിത്രം മാറാൻ സാധ്യതയേറെയാണ്. ആ കാത്തിരിപ്പിന് ഇനി അധികം നാളുകളില്ല.